ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 വലിയ ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദമാവ് ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ കുറേശ്ശെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിലുള്ള ഈ ഉള്ളിൻ്റെ നീരുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് കടലമാവും പിന്നെ 3 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയിട്ടെടുക്കണം കേട്ടോ. ഈ പൊടി ഈ ഉള്ളിൻ്റെ കൂട്ടും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മിയിട്ടെടുക്കുക. ഇപ്പോൾ അതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ആ ഉള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഉള്ളിവടയാണ്. അപ്പോൾ ഇതിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് മാവ് ലൂസായി പോകും. അതുപോലെ തന്നെ ഒരുപാട് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ, മൈദ മാവൊന്നും. ഇപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ കയ്യിലൊരിത്തിരി വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് കുറച്ച് വലുതാക്കിയിട്ട് കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിവിടെ കുറച്ചധികം ടൈം ഫ്രൈ ചെയ്താണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആദ്യം ഇട്ട് കൊടുത്തു, ഒന്ന് ഷേപ്പാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 2 എണ്ണം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചിട്ടെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരണമെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ഉള്ളിവട ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തീ ഒന്ന് ഫുള്ളാക്കി വെക്കുക. എന്നിട്ട് തീ കുറച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് കോരിയെടുക്കുമല്ലോ, എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന ടൈമിൽ കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിവട ഒന്നും ഒട്ടും എണ്ണ കുടിക്കില്ല. നല്ല എണ്ണയില്ലാത്ത ഉള്ളിവടയായിട്ട് തന്നെ നമുക്ക് കിട്ടുക. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം വേവാതായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വേവിച്ചിട്ട് എടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ കൂടുതൽ മാവിട്ട് കൊടുത്താൽ ഇത് ഉൾഭാഗം ഇതിൻ്റെ ടെക്സ്ചറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.